ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2070 ആകുമ്പോൾ ബ്രിട്ടനിലുള്ള ബ്രിട്ടീഷുകാർ ന്യൂനപക്ഷമായി മാറുമെന്നുള്ളതാണ് പുതിയ സ്ഥിതിയുടെ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത്. UK ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഇത് ഒരു സെൻസസ് എടുക്കുന്ന ഒരു സ്ഥാപനമാണ് UK. അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വർഷങ്ങൾ കൂടുമ്പോൾ സെൻസ് എടുക്കുന്നുണ്ട്. പല സിറ്റികളിലും പോയിട്ട് അവർ സെൻസ് എടുക്കും. അവർ അതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തുവിടും. അങ്ങനെ വന്നിരിക്കുന്ന ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 2070 ആകുമ്പോൾ തന്നെ UK ബ്രിട്ടീഷുകാർ ന്യൂനപക്ഷമായി മാറും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് 2070 ഒന്നും ആണ്ട ആവശ്യമില്ല, അതിന് മുമ്പ് തന്നെ ന്യൂനപക്ഷമായി മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ പോകാമെന്നുണ്ടെങ്കിൽ അവരും പറഞ്ഞിരിക്കുന്ന ഈ രീതിയിൽ പോകാമെന്നുണ്ടെങ്കിൽ 2070 ആകുമ്പോൾ അവർ ന്യൂനപക്ഷമായി മാറും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് കുറച്ച് കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫെർട്ടിലിറ്റി റേറ്റ് ആണ്. ഫെർട്ടിലിറ്റി റേറ്റ് അതായത് UK ആൾക്കാർ, ബ്രിട്ടീഷായിട്ടുള്ള ആൾക്കാരുടെ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 1.29% ആണ്. വിദേശികളായിട്ടുള്ള ആൾക്കാരുടെ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്, അതായത് UK വന്നിട്ടുള്ള വിദേശികളായിട്ടുള്ള ആൾക്കാരുടെ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 1.95ഉം മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരുടെ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 2.35ഉം മുസ്ലിങ്ങളല്ലാത്ത ആൾക്കാരുടെ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 1.54ഉമാണ്. ഇത് രാജ്യത്തിന് ദോഷം ചെയ്യും എന്നുള്ളതാണ് അവരതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇതിലൊരു മാറ്റം വന്നില്ല. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഫെർട്ടിലിറ്റി UK ഫെർട്ടിലിറ്റി റേറ്റിൽ ഒരു ഉയർച്ച വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുടെ ഫെർട്ടിലിറ്റി റേറ്റിൽ മാറ്റങ്ങൾ വന്നില്ലെങ്കിൽ, അതിൽ ഇമിഗ്രേഷൻസിൽ വലിയ രീതിയിൽ വ്യത്യാസങ്ങൾ, വലിയ രീതിയിൽ മാറ്റം വന്നില്ലെങ്കിൽ ഇത് രാജ്യത്തിന് ദോഷം ചെയ്യുന്നുള്ളതാണ് അവരതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു നിലവിലെ അവസ്ഥ വെച്ച് പറയാമെന്നുണ്ടെങ്കിൽ UK ബ്രിട്ടീഷായിട്ടുള്ള ആൾക്കാരുടെ ഒരു സ്ഥിതിയുടെ കണക്ക് 77% ആണ്. 77%. ഇതൊരു 20 വർഷം കഴിയുമ്പോൾ ഇതൊരു 55 to 52% ഇത് കുറയുകയും പിന്നെ ഒരു 20 വർഷം കഴിയുമ്പോൾ, അതായത് 2065 ആകുന്ന സമയത്ത് ഇത് ഗണ്യമായി കുറയുകയും ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. അതായത് പിന്നെ ന്യൂനപക്ഷമായി പോകുന്ന ഒരു നമ്പറിലോട്ട് ഇവിടെയുള്ള ബ്രിട്ടീഷുകാരുടെ എണ്ണം കുറയും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഭരിക്കാൻ പോകുന്നത് കറുത്തവർഗ്ഗക്കാരായിട്ടുള്ള ആൾക്കാരായിരിക്കും എന്നുള്ളതാണ് അവർ പറയുന്നത്. കറുത്തവർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പം ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരും അതുപോലെ തന്നെ ആഫ്രിക്കയും പാകിസ്ഥാൻ, ഇതൊക്കെയാണ് കറുത്തവർഗ്ഗം എന്ന് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും കൂടുതൽ വരുന്ന ഇന്ത്യക്കാരും അതുപോലെ ആഫ്രിക്കക്കാരൊക്കെയാണ് ഏറ്റവും കൂടുതൽ UK വരുന്നത്. അപ്പോൾ അവരായിരിക്കും ഇവിടെ ഭരിക്കാൻ പോകുന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. പിന്നെ പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ 2050 അതുപോലെ തന്നെ 2050 2060 ആകുന്ന സമയത്തൊക്കെ ഇവിടെ 10 പേര് എടുക്കാന്നുണ്ടെങ്കിൽ അതിനകത്ത് 6 പേരും തന്നെ ഇസ്ലാം മത വിശ്വാസികളായിരിക്കും. അതുപോലെ തന്നെ 10 പേര് എടുക്കാന്നുണ്ടെങ്കിൽ അതിനകത്ത് 6-7 പേരോളം തന്നെ വിദേശികളായിട്ടുള്ള ആൾക്കാരായിരിക്കും. ബാക്കി 3 പേരും കഷ്ടി 4 പേര് മാത്രമേ ഇവിടെ ഈ പറയുന്ന ബ്രിട്ടീഷായിട്ടുള്ള ആൾക്കാർ കാണുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ഒത്തിരി ആൾക്കാർ, ബ്രിട്ടീഷായിട്ടുള്ള ആൾക്കാർ ഇവിടെ നിന്ന് ആടുപെടും. അത്രയും തന്നെ ഇവിടെ ആൾക്കാർ എണ്ണം വളരെ രീതിയിൽ കുറയും എന്നുള്ള കാര്യം അവർ പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പുറത്തു വിട്ട് ഈ കാര്യങ്ങളെല്ലാം കറക്റ്റ് കീർ സ്റ്റാമർ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് പുള്ളി അതിനെപ്പറ്റി പറഞ്ഞത് വലിയൊരു പ്രശ്നങ്ങളിലോട്ടാണ് പോകുന്നതെന്നുള്ള കാര്യമെല്ലാം പുള്ളി പറഞ്ഞിട്ടുണ്ട്. അതായത് ഫ്യൂച്ചറിൽ ഇത് വലിയൊരു കുടിയേറ്റക്കാരുടെ വലിയൊരു രാജ്യമായിട്ട് UK മാറും എന്നുള്ള കാര്യമെല്ലാം പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അറിയാമെങ്കിലും വീണ്ടും വീണ്ടും എന്തിനാണ് ഈ പറയുന്ന ആൾക്കാരെ ഇങ്ങോട്ട് വലിച്ചു കയറ്റുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകുന്നില്ല. അതായത് ബോട്ടിലും മറ്റുമൊക്കെ വരുന്ന ആൾക്കാർ എന്തിനാണ് ഇങ്ങോട്ട് വലിച്ചു കയറ്റുന്നത് നമുക്ക് അറിയുന്നില്ല. കുടിയേറ്റക്കാർ ഒരു ദ്വീപായി മാറും എന്നുള്ളതാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് ഫ്യൂച്ചറിൽ. ഇത് അറിയാഞ്ഞിട്ടും ഇത് സംഭവം എല്ലാം അറിയാഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഈ വരുന്ന ആൾക്കാരെ വീണ്ടും ഇങ്ങോട്ട് സ്വീകരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഏറെക്കുറെ മിക്ക രാജ്യങ്ങളും തന്നെ ഇതിൻ്റെ അകത്ത് കടുത്ത നടപടി എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ എല്ലാ രാജ്യങ്ങളിലും പൂർണ്ണമായിട്ടും ഈ പറയുന്ന ഇല്ലീഗൽ ഇമിഗ്രൻസിനെ നിർത്തിയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കുറച്ച് ഇച്ചിരിയൊക്കെ വരുന്നുണ്ടായിരിക്കും, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഇതുപോലെ ഒരു വരവ് ഒരു രാജ്യത്തും വരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനൊരു നിയന്ത്രണം, അല്ലെങ്കിൽ ഒരു പൂർണ്ണ കടുത്ത ഒരു നിയന്ത്രണം ഇതിന് കൊണ്ടുവരാത്തതെന്നുള്ളതാണ് നമുക്കിപ്പോഴും മനസ്സിലാകുന്നത്. ഇപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ ഒരാഴ്ചയുടെ കണക്ക്, ഒരു ദിവസം തന്നെ 1200 പേരാണ് ഇങ്ങോട്ട് വന്നത് ബോട്ടിലും മറ്റുമായിട്ട്. അതിൻ്റെ അകത്ത് വന്ന് മരിച്ചു പോകുന്ന ആൾക്കാർ അത് വേറെ അങ്ങനെ പോകുന്നു. 2023 സംബന്ധിച്ചിടത്തോളം 2024 ഏകദേശം 34,000 ആൾക്കാരുടെ എണ്ണം വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഋഷി സുനക് മന്ത്രിസഭ ആയിരുന്ന സമയത്ത് ആ മനുഷ്യന് ഇവിടുന്ന്, അതായത് പോകാനായിട്ടിരുന്ന സമയം പുള്ളിയുടെ കസേര തെറിക്കുന്ന സമയം, അതിന് മുൻപേ തന്നെ പുള്ളി ഒരു പരിപാടിയൊക്കെ കൊണ്ടുവന്നായിരുന്നു, റുവാണ്ട പദ്ധതി. ആ റുവാണ്ട പദ്ധതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ട് വരുന്ന ആൾക്കാരെ റുവാണ്ടയിലോട്ട് ഫ്ലൈറ്റ് കയറ്റി വിടുന്ന, നാട് കടത്തി വിടുന്ന ഒരു സംവിധാനമായിരുന്നു റുവാണ്ട പദ്ധതി എന്നുള്ളത്. ബോട്ടിലും മറ്റും വരുന്ന ആൾക്കാരെ, അതിൽ കുറച്ച് ആൾക്കാരെയൊക്കെ വിട്ട് അത് മുൻപോട്ട് പോകുന്ന സമയത്താണ് ലേബർ പാർട്ടി വന്നത്. ലേബർ പാർട്ടി വന്ന് കീർ സ്റ്റാമർ എന്ന് പറയുന്ന നല്ല മനുഷ്യൻ അതെടുത്ത് ദൂരക്കളഞ്ഞു. എന്ത് പറ്റി? അതെടുത്ത് ദൂരക്കളഞ്ഞാൽ എന്തെങ്കിലും ഗുണം ഈ രാജ്യത്തിനുണ്ടായോ? ഒരു ഗുണവും ഈ രാജ്യത്തിനുണ്ടായില്ല. എന്ത് ഗുണമാണ് ഉണ്ടായത്? ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് ടാക്സും മറ്റും കാര്യങ്ങളെല്ലാം മേടിച്ച് ഈ വരുന്ന ആൾക്കാർക്ക് എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് എന്തെങ്കിലും ഗുണമുണ്ടോ? അല്ലെങ്കിൽ ഈ വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുന്നൊരു സംരംഭം ആക്കി കൊടുത്ത് അതിൽ നിന്ന് ടാക്സ് ഈടാക്കുകയാണെങ്കിൽ നമുക്കത് പറയാൻ പറ്റും. അതല്ല ചെയ്യുന്നത്.
ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് ടാക്സും മറ്റും കാര്യങ്ങളെല്ലാം മേടിച്ചിട്ട് ഈ വരുന്നവർക്ക് ഇതിനെല്ലാം കൊടുക്കും. അവർക്ക് വീട് കൊടുക്കുന്നു, അവർക്ക് ഫോൺ കൊടുക്കുന്നു, അവർക്ക് സിം കൊടുക്കുന്നു, അവർക്ക് പിന്നെ മെറ്റേണിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുന്നു, അവർക്ക് ആഴ്ച തോറും 10-50 പൗണ്ട് വെച്ച് അവർക്ക് കൊടുക്കുന്നു, കുഞ്ഞുണ്ടെങ്കിൽ അതിന് ക്യാഷ് അഡീഷണൽ കൊടുക്കുന്നു. ഇങ്ങനെയെല്ലാം അതായത് ഫുഡിന്, വസ്ത്രങ്ങൾക്ക് ഇതിനെല്ലാം ഗവൺമെൻറ് പൈസ ചിലവാക്കുകയാണ്. ഓരോ വർഷം തന്നെ 10, 20,000, 30,000 പൗണ്ടാണ് ഇതിനു വേണ്ടി തന്നെ മാറ്റി വെക്കുന്നത്. അപ്പോൾ എങ്ങനെ ഇത് രാജ്യം പിന്നെ താന്നു പോകാതിരിക്കും? രാജ്യത്തിൻ്റെ അവസ്ഥ വളരെ ശോകമായി പോവുക തന്നെ ചെയ്യും. കാരണം ഇങ്ങനത്തെ ഒരു പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനകത്തൊരു മാറ്റം വരുത്തേണ്ടത് വളരെ രീതിയിൽ വേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അതുകൊണ്ടാണ് ഇപ്പോൾ റീഫോം പാർട്ടി വളരെ ശക്തമായിട്ട് മുൻപോട്ട് വരുന്നത്. റീഫോം പാർട്ടി വരിക തന്നെ ചെയ്യും. അതിനകത്ത് ഒരു മാറ്റമില്ല. പക്ഷേ വന്നു കഴിഞ്ഞാലും അവരും ഈ പറയുന്ന പോലെ ശക്തമായ ഒരു നിയമങ്ങളോ നിയന്ത്രണങ്ങളോ കൊള്ളുന്നില്ലെങ്കിൽ അതുകൊണ്ട് വലിയ കാര്യമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നും പറഞ്ഞ് ഒട്ടും റിക്രൂട്ട്മെൻറ്റ് ഇല്ലാതെ UK ഒരിക്കലും മുന്നോട്ട് പോകാനും പറ്റില്ല. കാരണം നമുക്കറിയാം NHSലും മറ്റും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ തന്നെ വേണം. ഇല്ലാതെ പറ്റില്ല. ഇന്ത്യക്കാരോ അല്ലെങ്കിൽ ആഫ്രിക്കയിലുള്ള ആൾക്കാർ അവർ തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ മുൻപോട്ട് പോകത്തുള്ളൂ. ഇവിടെയുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ട്രെയിനിങ്ങും മറ്റുമൊക്കെ കൊടുത്ത് അവരെ ഇതിലോട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഉടനെ ഒന്നും നടപടിയാവുന്ന കാര്യമല്ല. അതിൽ എത്ര പേർക്ക് താല്പര്യം ഉണ്ടാവും എന്നുള്ള കാര്യമൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ ഇതൊക്കെ മുൻപോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർ വന്നേ പറ്റുള്ളൂ. പക്ഷേ അനാവശ്യമായിട്ട് വരുന്ന ആൾക്കാരെ എന്തിനാണ് ഇങ്ങോട്ട് സ്വീകരിക്കുന്നുള്ളത് നമുക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. നമ്മളിപ്പോൾ ഒരു സൈഡ് ഇപ്പോൾ ട്രംപ് കാണിക്കുന്ന പരിപാടി വളരെ പിന്നെ മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് നല്ല കാര്യങ്ങളുണ്ട്. ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പൂർണ്ണമായിട്ടും പുള്ളിയോട് അത്ര സപ്പോർട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനല്ല. എനിക്കിഷ്ടമല്ല. പുള്ളി ചെയ്യുന്ന 80% കാര്യങ്ങളും എനിക്കിപ്പോൾ ഇഷ്ടമുള്ള കാര്യമല്ല പുള്ളി ചെയ്യുന്നത്. പക്ഷേ ഈ അനധികൃത കുടിയേറ്റം സംഭവങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്യുന്നത് അതിപ്പോൾ ഏതൊരു രാജ്യത്താണെന്നുണ്ടെങ്കിലും അത് ഒരുപാട് വരുന്നത് അതവിടെ ദോഷം തന്നെ ചെയ്യും. കാരണം ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ ആൾക്കാർ ഇവിടെ വന്നു. അവർക്കെല്ലാം ഒരുപാട് ആൾക്കാർക്കെല്ലാം PR എല്ലാം കൊടുത്തു. അപ്പോൾ പിന്നെയും ഇങ്ങോട്ട് ആവശ്യമില്ലാത്ത ആൾക്കാർ വരിക എന്ന് പറയുന്നത് അത് രാജ്യത്തിന് വളരെയധികം ദോഷം ചെയ്യും. ക്രിമിനൽ ആക്ടിവിറ്റീസ് കൂടുന്ന കാര്യങ്ങൾ മാത്രമല്ല, ഇവർക്ക് ജോലിയായിട്ടൊരു സംഭവങ്ങളില്ല. അവർക്ക് ലീഗലായിട്ടൊരു പേപ്പറും കാര്യങ്ങളുമില്ല. ഒന്നുമില്ല. ഇതിനെല്ലാം എവിടെ നിന്നാണ് ഫണ്ട് അനുവദിക്കുന്നത്? നമ്മുടെ കയ്യിൽ നിന്നുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ടാക്സ് എടുത്തിട്ടാണ് ഇതിന് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ബെനിഫിറ്റുകളെല്ലാം കുറയ്ക്കുകയും ചെയ്യും. അവർക്ക് ബെനിഫിറ്റുകളെല്ലാം കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എന്ത് ഗുണമാണെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതെല്ലാം അറിഞ്ഞിട്ടും ഈ കാര്യങ്ങളെല്ലാം ഈ മനുഷ്യൻ പറഞ്ഞിട്ടും പിന്നെയും എന്തുകൊണ്ടാണ് ഈ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ഇങ്ങോട്ട് കയറ്റുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. അവരെ പറഞ്ഞ് തിരിച്ചുവിടുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. അതിനൊരു കടുത്ത നിയന്ത്രണം എന്താണ് വെക്കാത്തതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. മിക്ക രാജ്യങ്ങളും ഈ പറയുന്ന സ്പെയിൻ, ഫ്രാൻസ്, ജർമ്മനി മിക്ക രാജ്യങ്ങളും തന്നെ കടുത്ത നിയന്ത്രണങ്ങളെല്ലാം ഏറ്റെടുത്തു. അവർ നല്ല രീതിയിൽ തന്നെ പിന്നെ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ മാക്സിമം ഒഴിപ്പിച്ചു തുടങ്ങി. അല്ലെങ്കിൽ നിർത്തിയെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. കുറച്ച് പേരൊക്കെ വരുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ മാത്രം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ച തന്നെ ഞാൻ മുമ്പ് പറഞ്ഞാൽ 1200 പേരാണ് ഒരു ദിവസം വന്നത്. എന്തിനാണ് ഇതുപോലെ ആൾക്കാർ വരുന്നതിനകത്ത് ഇങ്ങനെ പിടിച്ചത്? അവരെ തിരിച്ചുവിടാനുള്ള സംവിധാനം ആക്കണം. ഇത്രയും പൈസ ഗവൺമെൻറ്റിൽ നിന്ന് ഈ പൈസ എടുത്ത് മുഴുവൻ എന്തിനാണ് ഇവർക്ക് കൊടുക്കുന്നത്? അതുപോലെ തന്നെ ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേര് ജയിലിൽ കിടന്നു. അവർക്ക് തന്നെ പിന്നെ ഭക്ഷണം കൊടുത്ത് അത് തന്നെയാണ് റിഫോം പാർട്ടി പറഞ്ഞത്. എന്തിനാണ് അവർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്? അവരുടെ രാജ്യത്തോട്ട് തിരിച്ചു വിട്ടോ, കുഴപ്പമില്ല. അവരെ രാജ്യത്തോട്ട് തിരിച്ചു വിട്. എന്തിനാണ് അവർക്ക് ഭക്ഷണം കൊടുത്ത് പിന്നെ അവരെ ജയിലിൽ കൊണ്ടിരിക്കുന്നത്? ജയിലെല്ലാം അറിയാമെന്ന് പറയുന്നുണ്ട്. എന്തിനാണ് ഈ ഭക്ഷണം എല്ലാം കൊടുത്ത് പിന്നെയും ജയിലിടുന്നത്? അവരെയും കൂടെ തിരിച്ചു വിട്ടാൽ പോരെ, ഡീപ്പോർട്ട് ചെയ്ത് നാട്ടിലോട്ട് വിടുക. പ്രശ്നം തീർന്നില്ലേ? അപ്പം ഇത് പക്ക ഒരു പരാജയമായിട്ടുള്ള ഒരു പ്രൈം മിനിസ്റ്ററാണ് വന്നിരിക്കുന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. ഇപ്പോൾ ഈ പുള്ളി ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ റീഫോം പാർട്ടി വളരെ രീതിയിൽ ഭയങ്കരമായിട്ട് പ്രഷർ കൊടുക്കുന്നതുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇതെല്ലാം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഇവിടെ ഇമിഗ്രൻസ് ഇത്രയും വന്നുകൊണ്ടിരിക്കുന്ന നെറ്റ് ഇമിഗ്രേഷനും കുറയ്ക്കാൻ പോകുന്നില്ല, ഒന്നും കുറയ്ക്കാനായിട്ട് പോകുന്നില്ല. ഇത് നല്ല രീതിയിൽ കൂടിക്കൊണ്ട് തന്നെ ഇരിക്കും. അല്ലാതെ വേറെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് റീഫോം പാർട്ടി വരണമെന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. കാരണം റീഫോം പാർട്ടി വന്ന ശേഷം മാത്രമേ ഇതിനൊക്കെ ഒരു തടയിടാനും ഒക്കെ പറ്റുള്ളൂ. ലീഗലായിട്ടുള്ള ആൾക്കാരെ ഇങ്ങോട്ട് വേണ്ട രീതിയിൽ എടുക്കുക. അതിപ്പം കൺസ്ട്രക്ഷൻ മേഖലയാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന NHSലൊക്കെ എന്താണെന്ന് പറഞ്ഞാലും എത്രയാണെന്ന് പറഞ്ഞാലും റിക്രൂട്ട്മെൻറ്റ് നടക്കാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ആൾക്കാർ ഇവിടുന്ന് പ്രായമായിട്ട് ഇവിടുന്ന് വിരമിക്കുന്നതനുസരിച്ച് അല്ലെങ്കിൽ വേറെ കൺട്രീസിലോട്ട് പോകുന്നതനുസരിച്ച് NHS ഒക്കെ ഓടുന്നുണ്ടെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് ഇല്ലാതെ ഒന്നും പറ്റത്തില്ല. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ വരാതെ ഇവിടെ ഒരു കാര്യവും നടക്കത്തില്ല. അപ്പോൾ അത് വേണ്ട രീതിയിൽ ആവശ്യത്തിനനുസരിച്ച് ചെയ്യുക. ഇപ്പം കൺസ്ട്രക്ഷൻ മേഖലയിൽ തന്നെ വലിയ രീതിയിൽ ഫണ്ട് അനുവദിക്കുന്നുണ്ട്. ഏകദേശം 3 ബില്യൺ പൗണ്ട്. ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ 3 ബില്യൺ പൗണ്ട് അതിന് വേണ്ടി തന്നെ മുടക്കുന്നുണ്ട് കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ് മേഖലയിലൊക്കെ ആയിട്ട്. അപ്പോൾ അതിനൊക്കെ ആവശ്യമനുസരിച്ച് അങ്ങനെ ആൾക്കാരില്ലെങ്കിൽ അതിന് ലീഗലായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരിക, അത്യാവശ്യത്തിന് അങ്ങനെയുള്ള രീതിയിൽ കൊണ്ടുവരിക. അല്ലാത്ത രീതിയിൽ ഈ ബോട്ടിൽ വരുന്ന ആൾക്കാരെ മുഴുവൻ എന്തിനാണ് ഇങ്ങോട്ട് പിടിച്ചു കയറുന്നത്? ഇത്രയും കാലം ഇത് ചെയ്തു, മുൻപോട്ടും എന്തിനാണ് ഇതിനുവേണ്ടി ഈ പറയുന്ന ആൾക്കാരെ ഇങ്ങോട്ട് പിടിച്ച് കയറ്റി നമ്മുടെ കയ്യിൽ നിന്ന് ഉണ്ടാകുന്ന പൈസ മുഴുവൻ അവർക്ക് കൊടുത്ത് അവരെ ഇങ്ങനെ താമസിപ്പിക്കുന്നത്? അങ്ങനെ താമസിക്കുമ്പോൾ ഇവിടെയുള്ള ആൾക്കാർ തന്നെ ഭയങ്കര രീതിയിൽ ശക്തമായിട്ട് പ്രതികരിക്കും. അങ്ങനെയാണ് റീഫോം പാർട്ടി ഉദയം ചെയ്തത്. കാരണം
ഇവിടെ കുറച്ച് കാലത്ത് ഒരു ആൾക്കാർ നിൽക്കുന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷ് ആയിട്ടുള്ള ആൾക്കാർ കുറച്ച് നാൾ ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അവർ പിന്നെ വേറെ എങ്ങോട്ടേലും പോകും. അങ്ങനെയാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ, നമുക്കറിയാമല്ലോ. അപ്പോൾ അവർ വേറെ സ്ഥലത്തോട്ട് പോകുമ്പോൾ അവർക്ക് വീട് കിട്ടാനില്ല. എങ്ങനെ കിട്ടും? വരുന്ന വീടുകൾ മുഴുവൻ ഗവൺമെൻറ് ഇങ്ങനെ ഈ ലീഗലായിട്ട് വരുന്ന ആൾക്കാർക്ക് വേണ്ടി വീടും അതുപോലെ തന്നെ ഫ്ലാറ്റും പിന്നെ ഹോട്ടലെല്ലാം ബുക്ക് ചെയ്ത് വെച്ചേക്കുക. പിന്നെ അവർക്ക് കിട്ടുമോ വീട്? അപ്പോൾ അവർ പിന്നെ പ്രതിഷേധിക്കാൻ തുടങ്ങും. അവർക്ക് അവരുടെ ബെനിഫിറ്റ് കിട്ടാതെ ആ സമയത്ത് മാത്രമേ അവർ പ്രതിഷേധിക്കത്തുള്ളൂ. അല്ലാതെ അവർ എല്ലാ മാസവും പിന്നെ ഏതെങ്കിലും പാർട്ടിയുടെ കൊടിയും പിടിച്ച് അവർ സമരത്തിന് പോകത്തില്ല. അവർക്ക് അവരുടെ രാജ്യത്ത് കുറ്റകൃത്യങ്ങളും മറ്റും വരുന്ന ആൾക്കാരെ കൊണ്ട് കൂടിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് കിട്ടാത്ത ബെനിഫിറ്റുകൾ ഇല്ലാതായി കഴിയുമ്പോൾ മാത്രമാണ് അവർ പ്രതികരിക്കുന്നത്. സാഹി കേട്ട് പ്രതികരിക്കും. അതിൻ്റെ അകത്ത് പെട്ടുപോകുന്ന ആൾക്കാരാരെന്ന് വെച്ചാൽ ലീഗലായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരെല്ലാം അതിൻ്റെ അകത്ത് പെട്ടുപോകും. കാരണം അവരുടെ ഏറും അടിയും എല്ലാം ആർക്കിട്ടൊക്കെയാണ് കൊള്ളുന്നത്. ലീഗലായിട്ട് വരുന്ന ആൾക്കാർക്കിട്ടെല്ലാം കൊള്ളും. അവർ നോക്കുമ്പോൾ ഇന്ന രാജ്യമൊന്നും നോക്കത്തില്ല, ഇത് നേഴ്സാണെന്നൊന്നും അല്ല നോക്കുന്നത്. ആഫ്രിക്കാനാ വേറെ രാജ്യക്കാരാണെന്ന് കാണുമ്പോൾ അവർക്കറിയാം, അവരപ്പോഴേ അടിയും തുടങ്ങും. അങ്ങനെ ഒരുപാട് സംഭവം ഇപ്പം നിലവിലൊന്ന് വലിയ രീതിയിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിട്ട് ഒന്ന് കഴിഞ്ഞു വന്നതാണ്. വീണ്ടും ഇത്രയൊക്കെ ആയിട്ട് പോലും പിന്നെയും എന്തിനാണ് ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ഇങ്ങനെ കയറ്റുന്നത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. അതിൻ്റെ അകത്ത് എല്ലാവരും കുറ്റവാളികളാണെന്നല്ല നമ്മൾ ഈ പറയുന്നത്. അതിനകത്ത് നല്ല മനുഷ്യർ ഒരുപാടുണ്ടാകും. കാരണം അവർ വരുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ജീവിക്കാനായിട്ട് വരുന്നവരാണ്, നമുക്കറിയാം. പക്ഷേ എങ്കിൽ പോലും അവരുടെ ഒരു സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ അവർക്കൊരു പിന്നെ ജോലി കൊടുത്ത് അതിൽ നിന്ന് ടാക്സോ ഇതൊന്നും ചെയ്യുന്നില്ല. ഇതൊന്നും ചെയ്യാതെ ഇവിടെയുള്ള ആൾക്കാരിൽ നിന്ന് കഷ്ടപ്പെട്ട് പിന്നെ പണിയെടുക്കുന്ന പൈസ ടാക്സ് എല്ലാം അതിൻ്റെ അകത്ത് നിന്ന് ഉൾപ്പെടുത്തി അങ്ങോട്ട് അവർക്ക് കൊടുക്കുവാണ്. അതിനകത്ത് എന്ത് യുക്തിയാണെന്നുള്ളതെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ ഇവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ ലീഗലായിട്ട് വരുന്നിരിക്കുന്ന ആൾക്കാർ അത് ആവശ്യത്തിനുള്ള മാത്രം എടുക്കുക. ആവശ്യത്തിനുള്ള മാത്രം എടുത്താൽ മതി. അനാവശ്യമായിട്ട് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ എടുക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനും വരുന്നത്. അപ്പോൾ ഇതിലൊക്കെ ഒരു മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ സംഭവം 2070 ആകണ്ട. അവർ പറഞ്ഞ പോലെ അതിന് മുമ്പ് തന്നെ ഇതിവിടെ സംഭവിക്കുന്ന കാര്യത്തിൽ പ്രത്യേകിച്ചൊന്നും പറയാനായിട്ടില്ല. കാരണം അത് നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിനെപ്പോഴാണ് ഇവർക്ക് നേരം വെളുക്കുന്നത് നമുക്കറിയില്ല. നേരം വെളുക്കും വെളുക്കട്ടെ, ഇല്ലെങ്കിൽ റീഫോം പാർട്ടി വന്ന് നേരം വെളുപ്പിക്കുമായിരിക്കും എന്ന് നമുക്ക് തോന്നുന്നു. ഇപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ.